ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന്. കുറേ ആയി ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുത്തിട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ട് ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് വീഡിയോ ആക്കി എടുത്തിട്ട് കുറേ ആയി. പിന്നെ പുതിയ റൂമിലേക്ക് വന്നതിന് ശേഷം ഇതുവരെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ വിചാരിച്ച് ഏതായാലും സാറ്റർഡേ ആണ്, വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിൽ റൂം അത്യാവശ്യം നന്നായിട്ട് മെസ്സായിട്ടിരിക്കുകയാണ്. ക്ലീൻ ചെയ്യാനുണ്ട്, അലക്കാനുണ്ട്, അങ്ങനെ കുറേ പരിപാടികളും ഉണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ ഡേ ഇൻ മൈ ലൈഫിൽ. അപ്പം വിചാരിച്ച് എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. എൻ്റെ പണികളുമൊക്കെ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇല്ലെങ്കിൽ എനിക്ക് പടി പിടിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു 8 മണിയായിട്ടോ ഞാൻ എഴുന്നേൽക്കും. ഇത്തിരി ലേറ്റായി എന്ന് പറയാൻ പറ്റില്ല. സാധാരണ സാറ്റർഡേ സൺഡേ ഒക്കെ ഞങ്ങൾ ഇത് നേരത്തെയാണ്. എന്താ ചായ കുടിക്കാം. പിന്നെ എൻ്റെ ഫേസിൻ്റെ കോലം കണ്ട ആരും ഞെട്ടണ്ട. അത്യാവശ്യം നന്നായിട്ട് സ്ക്രാച്ചസ് മാർക്കൊക്കെ വന്നിരിക്കുന്ന സമയമാണ് കേട്ടോ. ഇതാണ് അവസ്ഥ. ഇത് ഒന്ന് മാറുമ്പോഴത്തേക്കും ഒന്ന് ഇത് നിറയെ ഉണ്ടായി. ഇനി ഫേസിൽ പിമ്പിൾസ് ഉണ്ടാവാൻ സ്ഥലമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് പോകണം. അപ്പം എന്താ ബ്രേക്ക്ഫാസ്റ്റ് സ്ഥിരം പരിപാടി ഓട്സ് തന്നെ, വേറൊന്നുമില്ല. പാല് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാല് ഞങ്ങൾ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പാക്കറ്റാണ്, നാളത്തേക്ക് പോയിട്ട് വാങ്ങണം. രാവിലെ കഴിക്കുക ഏറ്റവും സുഖമുള്ളൊരു ഫുഡ് ഓട്സ് ആട്ടോ. അതുണ്ടാക്കാൻ മടിയായിട്ടൊന്നല്ല. രാവിലെ ഇനിയിപ്പോൾ അധികവും ഞാൻ ഓഫീസിൽ നിന്നും ഓട്സ് തന്നെയാണ് കഴിക്കാറ്. ഓട്സ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു സുഖമാണ്. ഓട്സ് റെഡി ആയിട്ടോ. ഇത്രയും പണിയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ 1 മിനിറ്റ് ആ പാലൊന്ന് തളിക്കണം, അത്ര മാത്രം. അപ്പം കഴിച്ചിട്ട് കാണാം. റൂമൊക്കെ ഭയങ്കര മെസ്സായിട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യണം. എനിക്ക് പുറത്തൊരു സ്ഥലത്ത് പോകാനുണ്ട്. അപ്പം ഇപ്പം 9 മണിയായി. ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ പരിപാടി കഴിക്കണം. ഇത് ക്ലീൻ ചെയ്യണം. പറ്റുകയാണെങ്കിൽ അലക്കിയിട്ട് പോകണം. പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് കുളിച്ചിട്ടോ. കുളിച്ച് അധികം ഓയിലൊന്നും ഇട്ടില്ല. ഇന്ന് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പുറത്ത് പോകാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഓയിലോട് ഇട്ട് വെയിലായിരിക്കും പുറത്ത്. അപ്പം കുളിച്ച് കഴിഞ്ഞാൽ പടി കിട്ടും. അപ്പം ചെറുതായിട്ടൊന്ന് ഓയിലിട്ട് കുളിച്ച് ഇപ്പോൾ 9:45. 10 മണിയാകുമ്പോൾ ഇറങ്ങണം. അപ്പോൾ ഡ്രസ്സ് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വരാം. റെഡി ആയി കേട്ടോ. പിന്നെ എന്താ സമയമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതാ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ പെട്ടെന്ന് റെഡിയായി ഇറങ്ങി. ഇപ്പം തന്നെ കുടിച്ചതായതുകൊണ്ട് മുടിയൊക്കെ ആകെ എന്തോ പറ്റി കിടക്കുന്നു. അപ്പോൾ ഓക്കെ, പോയിട്ട് വരാം. എവിടെയാണ് പോകാനുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോൾ പോകുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ്. ആൾക്ക് ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം അതിനാണ് വന്നത്. അപ്പോൾ ആൾ ഇൻ്റർവ്യൂവിന് കയറിയപ്പം സ്വാഭാവികമായിട്ട് ഞാൻ പോസ്റ്റായിരുന്നു പുറത്ത്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ആളെ വീട്ടിലേക്കാണ്. ആൾക്കൊരു മോളൊക്കെ ഉണ്ട്, ഒരു കുഞ്ഞ് ബേബി ഉണ്ട്. അപ്പം റൂമിൽ ചെന്നേരം മോളെ കൂടെ കളിച്ചു, കുറേ നേരം മോളെ കൂടെ കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചത് അവിടെ തന്നെയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടന്നു ഉറങ്ങി. അങ്ങനെ ടൈമൊക്കെ പോയി. അത് കഴിഞ്ഞ് ഈവനിങ് ആവാനായപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ വെഗാസിറ്റി ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ വെഗാസിറ്റിയിലാണ് പോയത്. അവിടെ എന്താ ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിലെങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നു. വേഗം പോന്നിട്ടുണ്ട്, കുറേ നേരമൊന്നും നിന്നിട്ടില്ല. ആളെ ഉമ്മയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത്. ഇവിടെ നിന്ന് മാളിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് മടിവാള എത്തിയപ്പം അവിടെ ഒരു ചായക്കടയിൽ കയറി നല്ല ചായയും ചൂട് പഴംപൊരിയൊക്കെ കഴിച്ചു. പിന്നെ ചായയൊക്കെ കുടിച്ചേരെ ഞാൻ നേരെ റൂമിലേക്ക് പോകുന്നു കേട്ടോ. ഒത്തിരി ടൈമായിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ബ്ലോക്കൊക്കെ കിട്ടിയോണ്ട് റൂമിലെത്തുമ്പോൾ ലേറ്റായി.
ഞാൻ വേഗം റൂമിലേക്ക് പോന്നു. പിന്നെ റൂമിൽ വന്നേരെ ഇതാ ഇവിടെ മറ്റേ വിനായക ചതുർത്ഥീൻ്റെ സമയമായതുകൊണ്ട് ഫുള്ള് പടക്കം പൊട്ടിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ട ടെറസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ഉലാത്തി. ഇതൊരു ഇൻകംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.